നല്ലൊരു വിധിയായിരുന്നു അത് വന്നിട്ട് ഹൈക്കോടതിയുടെ ഒരു കാഴ്ചപ്പാട്. സ്ത്രീക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവായിരുന്നു അത്. ശരിക്കും സാധാരണ എൻ്റെ സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാം സഹിച്ച് ക്ഷമിച്ച് അതൊക്കെ മനസ്സിലാക്കി ഇത്രയല്ലേ ഉള്ളൂ, പ്രശ്നമില്ലല്ലോ, ഭർത്താവ് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അവൾ അതിനകത്തുള്ള ആത്മസമ്മർദ്ദം ഭയങ്കരമായിരുന്നു. അവൾക്കതൊരു ക്രൂരതയായി മനസ്സിലാക്കി. അത് കോടതിയും അത്രയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. ഓക്കെ. ഇപ്പം മാം ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ. മാമിന് ഏതെങ്കിലും ക്ലയൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും? എനിക്ക് പ്രൊഫഷണലായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു കേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ അന്ധവിശ്വാസം, നാട്ടുപിണർപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരുപാട് അകത്തോട്ട് നോക്കുമ്പം നിലനിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. ശരിക്കും പുരുഷനായിരുന്നു എൻ്റെ കക്ഷി എന്ന് പറയുന്നത്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ, ഇവരെന്തോ സിറിയൻ കാത്തലിക് അങ്ങനത്തെ എന്തായിരുന്നു. ഭാര്യ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് അങ്ങ് പോയി. അദ്ദേഹത്തിന് ശരിക്കും സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കുന്ന ഭാര്യനെ ആയിരുന്നു ഇഷ്ടം. എന്നിട്ട് പുള്ളിക്കാരത്തി കംപ്ലീറ്റ് ഈ സ്വർണ്ണം ഉപേക്ഷിക്കുന്ന പെന്തക്കോസ്ത് ഉണ്ടല്ലോ, അതിലൊക്കെ അങ്ങ് പോയപ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് മറ്റേ ആൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതൊന്നും ഒരിക്കലും ആ കേസ് ഡിവോഴ്സിലേക്ക് ഞാൻ എത്താനില്ല. അല്ലാതെ വന്നിട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ശരിയാക്കാൻ പറ്റും. ആ സ്ത്രീക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കും. കാരണം അവർ തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. പക്ഷേ മറ്റേ ആൾക്ക് അതിഭീകരമായ ക്രൂരത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കേസ് എനിക്ക് വന്നിട്ടുണ്ട് അച്ഛന്.